ഡോക്ടർ കെ എം ചെറിയാന്റെ പേരിന് കളങ്കവുമായി കല്ലിശ്ശേരിയിലെ അറവുശാല. ചെങ്ങന്നൂരിന് സമീപം കല്ലിശ്ശേരിയിൽ ഒരു കാർഡിയോളജി സെൻട്രിക്കായുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാനുള്ള കാരണം അതിൻ്റെ പ്രൊമോട്ടർമാർക്ക് ആ നാട്ടുകാരോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടൊന്നുമല്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം അറിവുള്ള കാര്യമാണ്. പ്രധാനമായും രണ്ടുപേരുടെ പരിമല ആശുപത്രിയോടുള്ള കലിപ്പാണ് മറ്റൊരു ആശുപത്രിയായി അവിടെ രൂപാന്തരം പ്രാപിച്ചത്. ഒന്ന് അലക്സാണ്ടർ കൂടാരത്തിൽ എന്ന ഓർത്തഡോക്സ് പാതിരിയുടെയും രണ്ട് ഡോക്ടർ കെ എം ചെറിയാൻ എന്ന കാർഡിയോളജിസ്റ്റിൻ്റെയും. രണ്ടുപേരും ചില കാര്യങ്ങളിൽ തുല്യ ദുഃഖിതർ. അലക്സാണ്ടർ കൂടാരത്തിൽ എന്ന പാതിരിയുടെ കലിപ്പിൻ്റെ പ്രധാന കാരണം പരിമല ആശുപത്രിയുടെ നിർമ്മാണ വേളയിൽ അതിൻ്റെ ചുമതലക്കാരനായി സഭ അദ്ദേഹത്തെ ഏർപ്പെടുത്തിയിരുന്നു. ആ അവസരം ഈ തീവട്ടിപ്പാതിരി നന്നായി മുതലെടുത്തു. വിദേശ രാജ്യങ്ങളിലടക്കം ഓടി നടന്ന് വമ്പിച്ച പിരിവ് നടത്തി ഈ തീവട്ടിപ്പാതിരിയുടെ കടുംവെട്ട് മനസ്സിലാക്കിയ ഓർത്തഡോക്സ് സഭ ഇയാളെ ആട്ടിപ്പുറത്താക്കി. വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ ഇയാൾ നടത്തി. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നടന്ന കൂടാരത്തിൽ പാതിരി ഇന്ന് കല്ലിശ്ശേരി ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. കെ എം ചെറിയാൻ പരിമലയിൽ കാർഡിയോളജി വിഭാഗം നടത്തിയിരുന്ന കാര്യം ഏവർക്കും അറിവുള്ള കാര്യമാണല്ലോ. യഥാർത്ഥത്തിൽ കെ എം ചെറിയാൻ്റെ പച്ചയിലായിരുന്നു പരിമല ആശുപത്രി പച്ച പിടിച്ചു വന്നത്. കെ എം ചെറിയാനും വളരെ നല്ല കച്ചവടമായിരുന്നു പരിമലയിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നത്. നല്ല ബില്ലിംഗ് വരുവാൻ സാധ്യതയുള്ള ഹൈറിസ്ക് കേസുകൾ ഡോക്ടർ ചെറിയാൻ ചെന്നൈയിൽ കൊണ്ടുപോയി ചെയ്യുകയും അല്ലാത്തവ പരിമലയിൽ തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. ഓർത്തഡോക്സ് സഭ ഇതിൻ്റെയൊക്കെ ലാഭം മനസ്സിലാക്കി പിന്നീട് കെ എം ചെറിയാനെ ഒഴിവാക്കി പരിമല ആശുപത്രിയുടെ തന്നെ ഒരു കാർഡിയോളജി വിഭാഗം അവിടെ ആരംഭിച്ചു. ഇതാണ് ഡോക്ടർ കെ എം ചെറിയാന് പരിമല ആശുപത്രിയോടുള്ള നീരസത്തിൻ്റെ ഏക കാരണം. അങ്ങനെ ഈ തുല്യ ദുഃഖിതർ ഒന്നിച്ചു. കൂടാരത്തിൽ പാതിരി ഇൻവെസ്റ്റ് ചെയ്യുവാൻ കള്ളപ്പണക്കാരെ ഒപ്പിക്കാമെന്നേറ്റു. തൻ്റെ പേരുപയോഗിക്കാൻ ഡോക്ടർ കെ എം ചെറിയാനും സമ്മതിച്ചു. പറയാധിക്യം കൊണ്ട് ഡോക്ടർ കെ എം ചെറിയാന് സർജറികൾ ചെയ്യുവാൻ സാധിക്കില്ല എങ്കിലും ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന പേരോടുകൂടി അവർ ആശുപത്രിയും ആരംഭിച്ചു. വെൽകെയർ സെബാസ്റ്റ്യൻ തൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് പോലും ഇടാതെ ഡോക്ടർ കെ എം ചെറിയാൻ്റെ പേരിട്ടത് ആ നാട്ടിൽ അത് ഏൽക്കും എന്ന് മനസ്സിലാക്കി തന്നെയാണ്. നാട്ടുകാർ ഇത് കെ എം ചെറിയാൻ്റെ ആശുപത്രിയാണെന്ന് വിശ്വസിച്ച് അവിടേക്ക് ചാടിക്കയറി. ചികിത്സാപ്പിഴവ് മൂലം മരണങ്ങൾ തുടർക്കഥയാകുകയും മരിച്ചു കൊണ്ടുവന്ന രോഗികൾക്ക് പോലും ലക്ഷങ്ങളുടെ ബില്ലിംഗ് ഇട്ടപ്പോൾ അതെല്ലാം വിവാദമാകുകയും വാർത്തയാകുകയും ചെയ്തപ്പോൾ ഡോക്ടർ കെ എം ചെറിയാൻ അതിനെ എതിർത്തെങ്കിലും അദ്ദേഹത്തിന് പക്ഷേ കാര്യമായി ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. ഈ കൊള്ളക്കാരുടെ കൂടെ ചേർന്നതിൻ്റെ ശിക്ഷയാണോ എന്നറിയില്ല. ഡോക്ടർ കെ എം ചെറിയാൻ 2025 ജനുവരി 25 ബംഗളൂരുവിൽ വെച്ച് ഒരു കല്യാണ പാർട്ടിക്കിടയിൽ കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തെ അവിടെ കൂടി നിന്നവർ ഒരു കാറിൽ വലിച്ചു കയറ്റിയിട്ട് മണിപ്പാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഹൃദയാഘാതം വന്ന് മരിക്കുകയും ചെയ്തു. 1975 രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി വിജയകരമായി ചെയ്ത രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഡോക്ടർ കെ എം ചെറിയാന് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടായപ്പോൾ ഒരു പ്രാഥമിക ചികിത്സ പോലും കിട്ടാതെ അടുത്ത ഡോക്ടർമാർ ഉൾപ്പെടെ നിന്നിട്ട് പോലും കാറിൽ കിടന്ന് മരിക്കേണ്ട ഗതിയുണ്ടായി. ഡോക്ടർ കെ എം ചെറിയാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു? ഇവർ ഒരു കാർഡിയാക് സെൻറ്റർ എന്ന ഫോക്കസിൽ നിന്നും ക്യാൻസർ സെൻറ്റർ എന്ന ലെവലിലേക്ക് മാറി. അതിനുള്ള മുഖ്യ കാരണവും പരിമല ആശുപത്രിക്ക് ഇട്ട് പണി കൊടുക്കുക എന്നത് തന്നെയായിരുന്നു. കാരണം പരിമല ക്യാൻസർ സെൻറ്റർ എന്ന നിലയിൽ കയറി വരുന്നത് തടയുവാനായിരുന്നു ഈ പരിപാടി. ഓർക്കുക, ഈ ആശുപത്രി ഇരിക്കുന്നത് ഒരു പഞ്ചായത്ത് മേഖലയിലാണ്. തിരുവൻമണ്ടൂർ ഗ്രാമപഞ്ചായത്ത്. നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. യാതൊരു കാരണവശാലും ഇതുപോലെയുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് നിയമപരമായി അവിടെ പ്രവർത്തനാനുമതി കൊടുക്കുവാൻ പാടില്ലാത്തതാണ്. ആശുപത്രിയുടെ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല. പകരം ചെയ്യുന്നത് രാത്രികാലങ്ങളിൽ സമീപ പ്രദേശങ്ങളിലേക്കും പമ്പാറ്റിലേക്കും കക്കൂസ് മാലിന്യങ്ങളടക്കം ഒഴുക്കിവിടുകയാണ് പതിവ്. കഴിഞ്ഞ 4 കൊല്ലങ്ങൾക്കിടയിൽ ഇവർക്കെതിരെ നിരവധി പരാതികൾ ഉണ്ടായിട്ടും അതെല്ലാം പഞ്ചായത്തിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും പോലീസിലും പണം കൊടുത്ത് ഒതുക്കി തീർക്കുകയായിരുന്നു ചെയ്തത്. ഇവർക്കെതിരെ ഒരൊറ്റ വാർത്ത പോലും ഇവിടുള്ള മാധ്യമങ്ങൾ കൊടുക്കാത്തതിൻ്റെ കാരണം ലക്ഷങ്ങൾ പണമായി നൽകുന്നത് കൊണ്ടാണ്. മാത്രമല്ല, പഞ്ചായത്ത് ജീവനക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സൗജന്യ ചികിത്സയും ഇവർ വാഗ്ദാനം നൽകുന്നു എന്നത് ആ സൗകര്യം ലഭിച്ചവർ ഞങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യൂണിയൻ നേതാവായ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടുത്തെ കൈക്കൂലിയുടെ രുചി പറ്റി 4 കൊല്ലമായി ട്രാൻസ്ഫർ വന്നിട്ട് പോലും പോകുന്നില്ല. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കൂടാരം പാതിരിയുടെ മറ്റൊരു
കന്നന്തിരിവാണ്. ഇയാൾ സമീപവാസികൾക്ക് വേണ്ടി ഒരു പ്രിവിലേജ് കാർഡ് ഉണ്ടാക്കി അവർ പ്രശ്നമുണ്ടാക്കാതിരിക്കുവാൻ, അതേസമയം തന്നെ ആശുപത്രിയുടെ അടുത്തുള്ള ആൾതാമസമില്ലാത്ത കിണറുകളിലേക്ക് ആശുപത്രിയിലെ കക്കൂസ് മാലിന്യങ്ങളടക്കം ഓസിട്ട് കിണറ്റിലേക്ക് പമ്പ് ചെയ്യുന്നു. ഇതുപോലെ അടുത്തുള്ള കിണറുകളുള്ള ചെറിയ പുരയിടം മേടിച്ച് ഇതുതന്നെയാണ് പരിപാടി. നാറ്റം സഹിക്കവയ്യാഞ്ഞ് ഇതിനോടകം 12ലധികം കുടുംബങ്ങൾ വീടും സ്ഥലവും കിട്ടിയ വിലയ്ക്ക് പാതിരിക്ക് വിറ്റ് അവർ സ്ഥലം വിട്ടു. ഇതുതന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നതും. ഈ പാതിരിയുടെ കാശ് മേടിച്ച് തിന്നുന്ന സർക്കാർ ജീവനക്കാരും രാഷ്ട്രീയക്കാരും പഞ്ചായത്ത് അധികൃതരും മീഡിയകളും ഈ ജനങ്ങളുടെ ദുരിതങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഡോക്ടർ KM ചെറിയാൻ്റെ പേരിൽ കെട്ടിപ്പൊക്കിയ ഈ അറബുശാലയുടെ പരിസര മലിനീകരണം കൊണ്ട് നാട്ടുകാർക്ക് കിടക്കപ്രതിയില്ലാത്ത അവസ്ഥയിലാണ്. മാലിന്യം കൊണ്ട് രോഗികൾ പെരുകുമ്പോൾ ആശുപത്രി മാനേജ്മെന്റ് ഹാപ്പി, ചികിത്സാ പിഴവ് കൊണ്ട് രോഗികൾ മരിക്കുമ്പോൾ പോലീസുകാർ ഹാപ്പി, ജനങ്ങളുടെ പരാതികൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയക്കാരും ബന്ധപ്പെട്ട സർക്കാർ ജീവനക്കാരും മാപ്രകളും ഹാപ്പി. ഈ കച്ചവടം ചെയ്യുന്ന വെൽകെയർ മുതലാളി സെബാസ്റ്റ്യനോടും ഈ തരവഴികൾ കാണിക്കുന്ന അലക്സാണ്ടർ കൂടാരത്തിൽ പാതിരിയോടുമാണ് പറയാനുള്ളത്. നിന്റെയൊക്കെ സന്തതി പരമ്പരകൾ വെള്ളമിറങ്ങിച്ചാകുമോ? ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ആശുപത്രിയുടെ സമീപത്തുള്ള ജനങ്ങളുടെ ദുരിതങ്ങളാണ്. ആദ്യമായി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ആശുപത്രിയുടെ സമീപത്തുള്ള കുടിവെള്ള കിണറ്റിൽ ഇവന്മാർ കാണിച്ച പണികളാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് KM ചെറിയാൻ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള പഴയ കുട്ടമ്പിള്ള ചേട്ടൻ്റെ വീടാണിത് കേട്ടോ. ഇത് കണ്ടോ, ഈ വീട്. ഈ വീട്ടിലെ കിണറ്റിലേക്കാണ് ഇപ്പോൾ കണ്ടോ ഹോസ്പിറ്റലിലെ വേസ്റ്റ് നാറിയിട്ട് നിൽക്കാൻ വയ്യ കേട്ടോ. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. ഓക്കാനം വന്നിട്ട് നിൽക്കാൻ വയ്യ കേട്ടോ. പ്യുവർ വേസ്റ്റ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ വേസ്റ്റും മാലിന്യവും എല്ലാം കൂടെ എല്ലാ സാധനവും ഉണ്ടോ തോതിൻ്റെ അത്. നമ്മൾ ആ റോഡിൽ കൂടെ വരുമ്പം തന്നെ ഇത്രയും നാറ്റമാണ്. എനിക്ക് അകത്തോട്ട് കയറിയപ്പം ഛർദ്ദിച്ചിട്ട് നിൽക്കാൻ വയ്യ. അതുപോലത്തെ അവസ്ഥയാണ്. എല്ലാവരും ഒന്ന് വന്ന് കാണുക. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതൊക്കെ കണ്ട സമീപവാസികൾ ആശുപത്രിയുടെ പിൻഭാഗത്തുള്ള ഗേറ്റ് അവരുടെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്ന ഒരു പട്ടിത്തുടൽ കൊണ്ട് പൂട്ടിയിട്ടു. ഉടൻ തന്നെ ആശുപത്രിക്കാർ പോലീസിൽ അറിയിക്കുന്നു. ഉടൻ തന്നെ CIയും സംഘവും വന്ന് ആ തുടൽ അറുത്തുമാറ്റി തുറന്നു കൊടുക്കുന്ന കാഴ്ചയാണ്. സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കുക. പബ്ലിക്കിന് വലിയ ബുദ്ധിമുട്ടായി. പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടറും ചേർന്നാണ് പണം മേടിച്ചാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്ന് ആ പഞ്ചായത്തിലെ സത്യസന്ധരായ ജീവനക്കാർ i2 ന്യൂസിനോട് സാക്ഷ്യപ്പെടുത്തി. അവർ നടപടിയെടുക്കുവാൻ റിപ്പോർട്ട് കൊടുത്താലും മുകളിൽ നിന്ന് ആശുപത്രിക്കാർ ഇടപെട്ടത് മുക്കും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ എത്തുന്നതാണ്. ഇതാണ് നമ്മുടെ KM ചെറിയാൻ ഹോസ്പിറ്റലിന്റെ അവസ്ഥ. ഇത് ഞങ്ങളെ പഞ്ചായത്ത് മെമ്പറെ സെക്രട്ടറി എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ഒരു രക്ഷയില്ല. എല്ലാവരും ഇവിടെ ഓക്കെ എന്നാണ് പറയുന്നത്. നോക്കിയോ, കിണറ്റിലേക്കാണ് തള്ളിവിടുന്നത്. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് സാർ. ഇത് 4 സൈഡിലാണ് അടിക്കുന്നത് സാർ. ഇത്
എന്തൊരു വാടകയെന്നറിയാവോ ഇത്? കണ്ടോ, ഇതാണ് ഇവർ പൈപ്പ് ഇട്ടേക്കുന്നത്, ആശുപത്രിയുടെ മതിൽ കഴിച്ച പൈപ്പ് ഇട്ടേക്കുന്നത്. കണ്ടോ, ഇവയാണ് KMJ ഹോസ്പിറ്റലിന്റെ ആണ് ഇത്. ഇവിടെ വീടുകൾ തൊട്ടടുത്തല്ല, കിണറ്റിനകത്ത് പൈപ്പ് ഇട്ടേക്കുന്നത്. വാടക കൊണ്ട് നിൽക്കാൻ പറ്റും. അവിടെ വന്ന് എന്നിട്ട് എന്തോ പറയാനോ നിങ്ങൾ മാസ്ക് ഒക്കെ എടുത്തോ മാഡം, മാസ്ക് എടുത്തോ. ഇതാ ഗതികേട്. ഞങ്ങളൊന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഞങ്ങളന്ന് പറഞ്ഞില്ലേ പൈപ്പ് കിഴിച്ചിടുന്നാണ്. കാരണം അങ്ങോട്ട് നോക്കി അപ്പുറത്ത് നോക്കാം. ഇതാ ഗതികേട്. ഒരു ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് ആണ് തള്ളുന്നത്. അല്ല, ഇതേ ഉള്ളൂ. ഇത് കാര്യങ്ങൾ തീരുമാനമായിട്ട് പോയാൽ മതി. ഇവിടെ തെന്നി വീഴും കേട്ടോ. വീഡിയോ എടുത്ത് എല്ലാവരും വീഡിയോ എടുത്ത് വന്നവരുടെ എല്ലാം വീഡിയോ സാറേ അത് ചെയ്യേണ്ട പോലെ ചെയ്യാ. ഇങ്ങനെ ഒഴുക്കി വിട്ടിട്ട് ഞങ്ങൾക്ക് അപകടജാതി വരുമല്ലോ. പിള്ളേർക്കൊക്കെ ദിവസം അസുഖമാണ്. കൊണ്ടോ പിള്ളേരെ ചെയ്യേണ്ട പോലെ ചെയ്ത് ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോകാൻ പറഞ്ഞില്ലല്ലോ. ഹോസ്പിറ്റലിൽ എടുത്തോണ്ടാ പറഞ്ഞില്ല, ചെയ്യേണ്ട പോലെ ചെയ്യേ. ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാം. അവസാനം നാട്ടുകാർ സംഘടിച്ച് ഒരു മാസ് പെറ്റീഷൻ പഞ്ചായത്തിന് നൽകി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ പഞ്ചായത്ത് ഇടപെട്ടു. കിണറ്റിൽ നിക്ഷേപിച്ച കക്കൂസ് മാലിന്യങ്ങൾ തിരികെ കോരിച്ചു. കിണർ വൃത്തിയായി കഴുകി നൽകേണ്ടി വന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മാത്രമല്ല, കുടിവെള്ള സ്രോതസ്സിൽ കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കിയതിന് പഞ്ചായത്ത് ആശുപത്രി അധികൃതർക്ക് 50,000 രൂപ പിഴയും ഇട്ടു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും വീണയുടെ ഭർത്താവ് ജോർജ് ജോസഫും കൂടാരപ്പാതിരിയുടെ ഉറ്റ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തങ്ങളെ ആർക്കും ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല എന്നാണ് അത്രേ പാതിരി പറയുന്നത്. അതുപോലെ ഓർത്തഡോക്സ് സഭ ചവിട്ടി പുറത്തു കളഞ്ഞ ഈ തീവട്ടിപ്പാതിരി ഇപ്പോൾ കൂതാശപ്പണിക്കൊന്നും പോകുന്നില്ല. പിന്നെ ഇയാൾ എന്തിനാണിപ്പോൾ ഈ അറബശാല നടത്തുന്നതിന് കുപ്പായം ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്നതാണ് ചോദ്യം. ഈ കുപ്പായ വേഷധാരിയെ മുന്നിൽ നിർത്തി സെബാസ്റ്റ്യൻ കളിക്കുകയാണ്. ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ദുരിതങ്ങൾ, വിഷമതകൾ ഏൽക്കേണ്ടി വന്നവർക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കൂടാരപ്പാതിരി, വെൽക്കെയർ സെബാസ്റ്റ്യ, ആശുപത്രി കച്ചവടം വളരെ നല്ലത് തന്നെ. പക്ഷേ പാവപ്പെട്ട സമീപവാസികൾക്ക് ദുരിതമുണ്ടാക്കാതെ ഇത് ചെയ്തുകൂടെ? ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. രാവിലെ കക്കൂസിലൊന്ന് തെന്നി വീണാൽ പോകാനുള്ള ജീവനെ ആശുപത്രി മുതലാളിക്കും പാതിരി പാമ്പിനും ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഡോക്ടർ ചെറിയാൻ്റെ ചരമവാർഷികം ഇങ്ങടുത്തു എന്നതും ഓർത്താൽ നന്ന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.